നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. VS വിരുദ്ധ പ്രമേയത്തെ ചൊല്ലി CPM-ൽ വിവാദം. പ്രമേയം ഇപ്പോഴും നിലനിൽക്കുമെന്ന് പിണറായി. പ്രമേയവും സ്ഥാനാർത്ഥിത്വവും തമ്മിൽ ബന്ധമില്ല. ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് MA ബേബി. പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയെന്ന് പിണറായിയുടെ വിശദീകരണം. മദ്യനയം കടുപ്പിച്ച് UDF. 5 സ്റ്റാറായി നിലവാരമുയർത്തുന്ന ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് ഇല്ല. 5 സ്റ്റാർ വിവാദത്തിൽ സുധീറിന് പിന്നാലെ ലീഗിനും അതൃപ്തി. UDF-ന്റെ മദ്യനയം കാപട്യമെന്ന് പിണറായി. LDF-ന് ജാള്യതയെന്ന് മുഖ്യമന്ത്രി. എല്ലാവർക്കും ഭക്ഷണവും ആരോഗ്യവും പാർപ്പിടവും വാഗ്ദാനം ചെയ്ത് UDF-ന്റെ പ്രകടന പത്രിക. ക്യാൻസറിന് സൗജന്യ ചികിത്സ. കർഷക പെൻഷൻ തുക 1000 ആക്കും. കർഷകർക്കായി ബമ്പർ ലോട്ടറി തുടങ്ങും. എല്ലാ ജില്ലകളിലും സ്റ്റാർട്ടപ്പുകൾ. വിജയ് മല്യയുടെ മദ്യ ഉൽപാദന കമ്പനിക്ക് സർക്കാരിന്റെ ഭൂമിദാനം. യുണൈറ്റഡ് ബ്രിവറീസിന് 20 ഏക്കർ നൽകിയത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ. ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. ഭൂമിദാനം പിന്നെ മാജിക് ആണോ എന്ന് VS. ഉത്തരാഖണ്ഡിൽ ധൃതി പിടിച്ച് രാഷ്ട്രപതി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. രാഷ്ട്രപതിയുടെ ഭരണം നിയമപരിശോധനയ്ക്ക് വിധേയമാകാം. രാഷ്ട്രപതിക്കും തെറ്റു സംഭവിക്കാം. നിയമത്തിന് മുകളിലല്ല രാഷ്ട്രപതിയുടെ ഉത്തരവ്. രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 6 പേരെ മോചിപ്പിക്കണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യത്തിൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്രം. നളിനിയെ മോചിപ്പിക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനമായില്ല. രാജ്യത്തെ കൊടും ദുരിതത്തിലാക്കി കൊടിയ വരൾച്ച. 256 ജില്ലകൾ വരൾച്ചാ പിടിയിൽ. കേരളത്തിലും ഉഗ്രതാപം. കൊച്ചി ചുട്ടുപൊള്ളുന്നു. മെയ് 1 IPL മത്സരം പൂനെയിൽ നടത്താൻ അനുവദിക്കണമെന്ന് BCCI. അപേക്ഷയുമായി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. വേദി മാറ്റാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും BCCI. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. VS അച്യുതാനന്ദനെതിരെ പാസാക്കിയ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ വ്യക്തമാക്കി. എന്നാൽ VS-നെതിരായ പ്രമേയവും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും പിണറായി പറഞ്ഞു. എന്നാൽ VS-നെതിരായ പ്രമേയം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. ഈ ആലപ്പുഴ സമ്മേളനത്തിൽ അങ്ങ് ഒരു പത്രസമ്മേളനത്തിലൂടെ പ്രതിപക്ഷ നേതാവിനെ ശക്തമായി വിമർശിച്ചിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സായി. ആ റെസൊല്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അതോ പാർട്ടി തീരുമാനങ്ങളും പാർട്ടി നിലപാടുകളും ഒക്കെ നിലനിൽക്കുന്നത് തന്നെയാണല്ലോ, അതല്ലാതിരിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങളോട് പരസ്യമായിട്ട് പറയും ഞങ്ങൾ ആ കണ്ട കാര്യം തെറ്റായിപ്പോയി, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതേവരെ. അതാണ് ഞങ്ങളുടെ രീതി. അങ്ങനെയുള്ള VS-നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തിനാ? സ്ഥാനാർത്ഥിത്വ പ്രശ്നം വേറെ, പാർട്ടി നിലപാട് വേറെ. സ്ഥാനാർത്ഥികൾ പൊതുവിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ആ കൂട്ടത്തിൽ സഖാവ് VS-ഉം സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകണം തന്നെയാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെയാണ് VS സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം തീരുമാനിച്ച് സ്ഥാനാർത്ഥിയായതല്ല. പാർട്ടി തന്നെ തീരുമാനിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. VS-നെ പാർട്ടി പുറത്താക്കുമോ? അത് നിങ്ങൾക്ക് പാർട്ടി നന്നാവണം എന്നുള്ള താല്പര്യത്തോടെ പറയുന്ന ഒരു കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും ഞങ്ങൾ പാർട്ടി നന്നാവണമെന്നുള്ള ചിന്തയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി വേറെ ആശങ്ക വേണ്ട. അതേസമയം VS-നെതിരായ നടപടി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ വസ്ത്രാക്ഷേപം നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് LDF-ഉം CPI-എമ്മും ഇപ്പോൾ ഊന്നുന്ന കാര്യം. ചരിത്രത്തിൽ സംഭവിച്ചതും സംഭവിക്കാതിരുന്നതുമായ കാര്യങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്, ഇപ്പോൾ പ്രസക്തിയില്ലാത്ത കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സംവാദത്തെ വഴിതെറ്റിക്കാനുള്ള ചില ഇടതുപക്ഷ വിരുദ്ധ സുഹൃത്തുക്കളുടെ ചിന്തയാണ്. നിങ്ങളൊന്നും അക്കൂട്ടത്തിൽപ്പെട്ടവരല്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. VS പ്രമേയ വിവാദത്തിൽ മാധ്യമങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന പിണറായി വിജയന്റെ വിശദീകരണം. VS-നെ താൻ പാർട്ടി വിരുദ്ധനെന്ന് വിളിച്ചിട്ടില്ല. പറയാത്ത കാര്യമാണ് വാർത്തയായി നൽകിയതെന്നും പിണറായി വിശദീകരിച്ചു. ആ പത്രസമ്മേളനത്തിൽ ഞാൻ സഖാവ് VS-നെ പാർട്ടി വിരുദ്ധനെന്ന് വിളിച്ചാക്ഷേപിച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടില് വാർത്തകൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് അങ്ങനെയുള്ള വാർത്തകൾ കണ്ടുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം വാർത്തകളൊന്നും വലിയ തോതിൽ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇപ്പം ചെറിയൊരു അത്ഭുതം, കാരണം കുറച്ചു കാലമായിട്ട് അങ്ങനെ കാണാറില്ല. ആ രീതിക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. അതിനൊരു വ്യത്യാസം ഇന്ന് തൊട്ട് തുടങ്ങിയല്ലേ എന്നൊരു സംശയം.
ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു, എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ KC ഉമേഷ് ബാബു, അഡ്വക്കേറ്റ് A ജയശങ്കർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഭാസുരേന്ദ്ര ബാബു, UDFിൻ്റെ അഴിമതിയും മദ്യനയവും അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രചാരണം നയിക്കുകയാണല്ലോ. അതുപോലെ മദ്യനയത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്ന കാര്യത്തിൽ UDFിനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് അവർ വലിയ വെല്ലുവിളി നേരിടുകയാണ്, നേതാക്കന്മാർക്കിടയിൽ പോലും. ഇത്തരമൊരു ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഈ പ്രമേയം പൊടി തട്ടിയെടുക്കേണ്ട വല്ല കാര്യവും ഇപ്പോഴുണ്ടായിരുന്നോ? അല്ല, അത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ മുൻകൂർ ഉള്ള ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതേ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച പൂർവ്വ വായനകളോ ഒക്കെ നോക്കിയാൽ 3-4 സർവേകളിൽ ഇപ്പോൾ ഇടതുപക്ഷം ജയിക്കും എന്ന നിലയ്ക്കുള്ള അവസ്ഥയാണുള്ളത്. അത് ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് ആശങ്കയോടെ ആലോചിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ആ ഒരു വികാരത്തെ, ജനകീയമായ ആ വികാരത്തെ ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പിനെ പങ്കെടുക്കുകയും നയിക്കുകയും ചെയ്യുന്ന എല്ലാ നേതാക്കൾക്കും ഒരുപോലെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു പാളിച്ചയിലൂടെ ഒരുപക്ഷെ വരാവുന്ന മാറ്റം വരാതിരിക്കുക എന്നത് ജനതയോട് കാണിക്കുന്ന അക്ഷന്തവ്യമായ ഒരു അപരാധമായിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. സത്യത്തിൽ ഇപ്പോൾ നാം സംസാരിക്കുന്ന വിഷയം തന്നെ ഒരു നോൺ ഇഷ്യൂ ആണ്, ഇല്ലാത്ത വിഷയമാണ്. കാരണം പിണറായി വിജയൻ അതേ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ ആകെ പറഞ്ഞത് പാർട്ടി അന്നെടുത്തിരിക്കുന്ന പ്രമേയം നിലനിൽക്കുമെന്നത് തന്നെയാണ്. അതുതന്നെ ഇപ്പോൾ പറയാതിരിക്കുകയായിരുന്നു ഭേദം തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച്. അത് തന്നെ അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സത്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യാൻ ഒരു കോൺട്രാവേഴ്സി, ഒരു വിരുദ്ധത ഈ കാര്യത്തിൽ നിലനിൽക്കുന്നില്ല, ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വലിയ ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന വിഷയപരമായ ഒരു ഉള്ളടക്കം ഈ കാര്യത്തിൽ ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് അനധികൃതമോ അനാവശ്യമോ ആയ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും കേരളത്തെ സംബന്ധിച്ച് താല്പര്യത്തോടെ ചിന്തിക്കുന്ന ആരുടെയും ഒരു നല്ല കാര്യം, ഉത്തമ കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിഷയത്തിൽ അതായിരുന്നു പിണറായി വിജയനോട് അത്തരമൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് അങ്ങനെ മറുപടി പറയണമായിരുന്നു ആ ഘട്ടത്തിൽ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു വിഷയം. ശ്രീ KC ഉമേഷ് ബാബു, അത്തരമൊരു പ്രമേയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരമൊരു പ്രമേയം ഉണ്ടോ, അതിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രമേയം അതിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പിണറായി വിജയന് പറയാൻ കഴിയില്ലല്ലോ. പിണറായി വിജയനെ പോലൊരു നേതാവ് അങ്ങനെ തന്നെയല്ലേ ആ ഘട്ടത്തിൽ പറയേണ്ടത്? അതല്ലാതെ മറ്റേതെങ്കിലും മറുപടി അദ്ദേഹത്തിന് അപ്പോൾ പറയാൻ കഴിയുമായിരുന്നു? പിണറായി വിജയൻ തീർച്ചയായിട്ടും ആ മറുപടി പറഞ്ഞതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എനിക്കെങ്കിലും വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിന്, നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പത്രസമ്മേളനം നടത്തുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ട്, മിണ്ടാതിരിക്കാറുണ്ട്, ചോദ്യങ്ങൾക്ക് വേറെ മറുപടികൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ പത്രസമ്മേളനത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ദീർഘകാല പരിചയമുള്ള ഒരാളാണ് പിണറായി വിജയൻ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിന് അങ്ങനെ തന്നെ കൃത്യമായി ചോദ്യകർത്താവ് എന്താണോ ആഗ്രഹിച്ചത് ആ മറുപടി തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് എന്നതിൻ്റെ പിറകിൽ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം LDF അധികാരത്തിൽ വരാൻ പോകുന്നതാണ് നമ്മുടെ ആളുകളൊക്കെ പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ, കാരണം വെച്ചാൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ LDFിനകത്ത് ഒരു പ്രശ്നമുള്ളത് അതിനകത്ത് 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളിൽ ഇപ്പോൾ എനിക്ക് കണ്ണൂരിൽ നേരിട്ടറിയാം, ധർമ്മടത്ത് നിങ്ങൾ മുഖ്യമന്ത്രിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്രചാരണം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടായി തീരുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിനകത്ത് കിടക്കും. ഒരു ശത്രുവുണ്ട്, ഒരു അപരനുണ്ട് അപ്പുറം നിൽക്കുന്നതെന്നും മനസ്സിനകത്ത് കിടക്കും. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു ശത്രു വാസ്തവത്തിൽ ഇല്ല എന്നും അങ്ങനെയുള്ള ആളിനെക്കുറിച്ചൊക്കെ പാർട്ടി പണ്ടേ ചില കാര്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ ഉദ്ദേശം നടന്നു കഴിഞ്ഞാൽ, ആ ഉദ്ദേശം എല്ലാ TV ചാനലിലും വന്നു കഴിഞ്ഞാൽ, നാളത്തെ പത്രങ്ങളിൽ വരുന്ന ഉറപ്പായി കഴിഞ്ഞാൽ, പിന്നെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ പത്രക്കാർക്കൊരു പഴയ ശീലം തികട്ടി വരുന്നതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുക, ഇതൊക്കെ രാഷ്ട്രീയത്തിലെ വളരെ പഴയതെങ്കിലും വല്ലാതെ ചീഞ്ഞുപോയ ചില പദ്ധതികളാണ്. ആ ഒരു പദ്ധതി പിണറായി ഇന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വരും വരായികൾ തീർച്ചയായിട്ടും ആ പാർട്ടി, ആ മുന്നണിയുമാണ് നേരിടേണ്ടത്.
അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഒരു വലിയ ക്യാൻവാസിൽ നമ്മൾ പകർത്തി വായിച്ചെടുക്കേണ്ടതാണോ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഈ വിശദീകരണം? ചോദ്യങ്ങൾക്ക് അതിനുതകുന്ന തരത്തിലുള്ള മറുപടി ആ ഘട്ടത്തിൽ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അതിന് ഇപ്പോൾ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടിയ പോലുള്ള വ്യാഖ്യാനങ്ങൾക്ക് കൂടി ഇടം നൽകുന്നുണ്ടോ? അത് ഞാൻ ഏറെക്കുറെ ശ്രീ ഭാസുരേന്ദ്ര ബാബുവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ഇതുപോലൊരു സമയത്ത് പ്രത്യേകിച്ച് UDF അഴിമതിയും കെടുകാര്യസ്ഥതയും സാമുദായിക പീഡനവും ഒക്കെ വലിയ ചർച്ചാ വിഷയങ്ങളായിട്ട് നിൽക്കുമ്പോൾ പത്രക്കാരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും, ഇല്ലേ? പല കുസൃതികളും പത്രക്കാർ ചോദിക്കും. പത്രക്കാരിൽ നല്ലൊരു ഭാഗം കുസൃതിക്കാരാണ്. ചിലരൊക്കെ സ്ഥാപിത താല്പര്യക്കാരുമായിരിക്കും. മനോരമയുടെ ലേഖകനും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. മനോരമയേക്കാൾ വലിയ വലതുപക്ഷ വീക്ഷണം വെച്ച് പുലർത്തുന്ന പാർട്ടികളുടെ ലേഖകന്മാരും ഉണ്ടാകും. ചിലരൊക്കെ പിണറായി വിജയനോ അല്ലെങ്കിൽ ഏത് നേതാവിനാണെങ്കിലും കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി വാരിക്കുഴി കുഴിച്ചവരുമായിരിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാമല്ലോ, പാർട്ടി ആ പ്രമേയം മാത്രമല്ല വേറെ പല പ്രമേയങ്ങളും പാസ്സാക്കിയിട്ടുണ്ട്, ഇതിനു മുമ്പും പാസ്സാക്കിയിട്ടുണ്ട്, അതിന് ശേഷവും പാസ്സാക്കിയിട്ടുണ്ട്, ഇനിയും പല പ്രമേയങ്ങൾ പാസ്സാക്കും, അതൊന്നും അനുസ്മരിക്കേണ്ട, അതിൻ്റെ ഗുണദോഷങ്ങൾ വിചിന്തനം ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്, ഇവിടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? ആ ചോദിച്ചവൻ്റെ വായ്ത്തലം അടങ്ങിപ്പോവില്ലേ? അവൻ ആ വഴിക്ക് എഴുന്നേറ്റ് പോവില്ലേ? അതിനു പകരം പാർട്ടി പണ്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ആ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അടിക്കാൻ നിൽക്കുന്നവൻ്റെ ഒരു വടി കൊടുക്കുന്ന പോലത്തെ ഒരു ഉത്തരവായിപ്പോയി. അത് ഇന്നിപ്പോൾ അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയം പോലും ആകുമായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ മനോരമ, മാതൃഭൂമി ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മുന്നണിയെയും പരാജയപ്പെടുത്താൻ തൽപരരായി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അത് 2-3 ദിവസമെങ്കിലും ചവയ്ക്കാനൊരു വിഷയമായി എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. ഉമേഷ് ബാബു പറഞ്ഞ രീതിയിലൊരു വ്യാഖ്യാനവും ഇതിനകത്ത് സാധ്യമാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പിണറായി വിജയൻ എത്രയോ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു എന്നത് കേരളം കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ചോദ്യത്തോട് പ്രതികരിക്കാതെയോ ഒഴിഞ്ഞു മാറാനോ അതിന് ചോദ്യകർത്താവിന് വീണ്ടും ചോദിക്കാൻ അവസരം കൊടുക്കാതെ മറുപടി പറയുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള സാഹചര്യം ഇന്ന് പിണറായി വിജയൻ അതിൻ്റെ വിശദീകരണത്തിൽ തന്നെ പറയുന്നുണ്ട്. VS-ഉം പാർട്ടിയും സമരസപ്പെട്ടു പോകുന്നു. VS-ൻ്റെയും പാർട്ടിയുടെയും ലൈൻ ഒന്നാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും പിന്നീട് വന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിയും VS-ഉം ഒക്കെ ഒരേപോലെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ നമ്മൾ അതൊക്കെ കണ്ടതാണ്. അത്തരമൊരു അന്തരീക്ഷത്തിന് വേറൊരു വ്യാഖ്യാനം നൽകാവുന്ന നിലയിലേക്ക് ആയിപ്പോയില്ലേ പിണറായി വിജയൻ്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ? താങ്കൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ലേ? അല്ല, അതിനകത്ത് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ചില സവിശേഷതകളോ പ്രത്യേകതകളോ പരിശോധിക്കാതെ ഒരുപക്ഷെ ഇതിന് മറുപടി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം വളരെ സോഫിസ്റ്റിക്കേറ്റഡായ രീതിയിൽ എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ വിശദീകരിക്കുന്ന രീതി അതാണല്ലോ. അല്ലെങ്കിൽ ശ്രീ ജയശങ്കർ പറഞ്ഞ മാതിരി അടവുപരമായ രീതിയിൽ ഒഴിവാക്കുക, ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ പൊതുവിൽ പാലിക്കുന്ന ഒരു രീതി പിണറായി വിജയന് പല കാര്യങ്ങളിലും നാം കാണാറില്ല. അദ്ദേഹം പലപ്പോഴും വളരെ പ്രിസൈസായി മറുപടി പറയുന്ന ഒരാളാണ്. വളരെ പ്രിസൈസായ മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അതിനെ സംബന്ധിച്ച അവസ്ഥ, അതൊക്കെ അദ്ദേഹം വിശദീകരിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞല്ലോ എങ്ങനെയാണ് ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. അത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എങ്കിൽ പോലും നമുക്ക് ലഭിച്ചിരിക്കുന്ന 4 പ്രവചനങ്ങളുണ്ടല്ലോ, 4 പഠന പ്രവചനങ്ങൾ, അവയെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യത വെളിവാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. ഇപ്പം പിണറായി വിജയൻ പറഞ്ഞത് ആ പ്രമേയം നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു കാരണമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയും ശൈലിയുമൊക്കെയാണ്. ഒരു പ്രമേയം പരിശോധിച്ച് പരിഗണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശനങ്ങളോ ആത്മപരിശോധനകളോ സ്വയംവിമർശനമോ നടക്കാത്തിടത്തോളം കാലം അത് നിലനിൽക്കും എന്ന് തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ CPIയെ വലത് കമ്മ്യൂണിസ്റ്റുകാരെന്നാണല്ലോ CPM വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. 1980 അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിന് ശേഷം അതിനുശേഷമുള്ള സാഹചര്യത്തിൽ അതിനെ തള്ളിക്കളയുന്ന ബട്ടിൻഡ കോൺഗ്രസും മറ്റുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജയശങ്കറിന് അതിനേക്കാൾ നന്നായി അറിയാനിടയുണ്ട്. അതിനുശേഷമാണ് CPI എന്ന ആ സംജ്ഞ തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ പലപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊരു പരാമർശം എന്ന നിലയ്ക്ക് വളരെ സഹജമായി അതും എടുക്കാവുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അതിന് തൊട്ടുപിറകെ തന്നെ പിണറായി വിജയൻ പറയുന്നു, ഈ ചോദ്യം രണ്ടാമത് ചോദിക്കുന്നവരുടെ താല്പര്യം എന്ത് എന്ന കാര്യം തിരിച്ചറിയാത്ത ഒരാളല്ല പിണറായി വിജയൻ. അദ്ദേഹം അതിനകത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ അവസാനമായി പറയുന്ന ഇതാണ്, എന്തൊക്കെയാണെങ്കിലും വിജയകുമാർ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ പിണറായി വിജയൻ തന്നെ ആ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തിരുത്തി പറയുകയും അതിൻ്റെ അദ്ദേഹം കൽപ്പിച്ച അർത്ഥം എന്ത് എന്ന് വ്യക്തമാക്കുകയും
ചെയ്തതിന് ശേഷം അതേ സംബന്ധിച്ച് ഒരാൾ ഒരു വിഷയത്തിൽ അവസാനം പറയുന്ന കാര്യമാണ് നാം പരിഗണിക്കേണ്ടതെന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനമായി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ്റെ ആ കാര്യത്തിലുള്ള വിശദീകരണമാണെങ്കിൽ ഒരു ചർച്ച തന്നെ ആവശ്യമില്ല. ഇല്ലാപ്പുറം വായിച്ച് പിണറായി വിജയൻ്റെയോ VS അച്യുതാനന്ദൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ തന്നെ പഴയ കഥകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നിർണ്ണയിച്ചെടുക്കുന്ന ഉമേഷ് ബാബുവിൻ്റെ ശൈലി, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, എനിക്ക് യോജിക്കാൻ കഴിയാത്തൊരു ശൈലിയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ താല്പര്യമുള്ള ജനതയുടെ മുന്നിൽ ഇപ്പോഴുള്ളത് തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് മാത്രമാണ്, തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ സാധ്യത മാത്രമാണ്. ശ്രീ ഉമേഷ് ബാബു, എന്തുകൊണ്ടാണ് താങ്കൾക്ക് പിണറായി വിജയൻ്റെ വിശദീകരണം പാർട്ടി വിരുദ്ധനെന്ന് ഞാൻ VSനെ വിളിച്ചിട്ടില്ല എന്ന വിശദീകരണം തൃപ്തികരമായി തോന്നാത്തത്? അല്ല, തൃപ്തികരമായി തോന്നാത്തത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്ന കാര്യം, ഞാൻ ഈ ഭാവനയിലും ആഗ്രഹങ്ങളിലും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാരണം ഭാവനയും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഭാവനകൾ കുതിരകളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ ഉടനെ പറഞ്ഞയക്കണം, എന്നിട്ട് LDFനെ കൊണ്ടുവരണം, പിണറായിയെ മുഖ്യമന്ത്രിയാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, വസ്തുതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കാരണം CPM ഇപ്പോൾ അവിടെയൊന്നുമല്ല നിൽക്കുന്നത് എൻ്റെ അറിവിൽ. കാരണം ബംഗാളെന്ന് പറയുന്നൊരു സ്ഥലത്ത് കൂടി തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ബംഗാളിന് പുറത്തുള്ള ഒരൊറ്റ PB മെമ്പർ മാത്രമേ അവിടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പോയിട്ടുള്ളൂ. അവിടെ 3 ഘട്ടം 6 ഘട്ടം ഇലക്ഷൻ നടക്കുമ്പോൾ 3 ഘട്ടം, 3ാമത്തെ ഘട്ടം നാളെ നടക്കുകയാണ്. തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഒറ്റ പോളിറ്റ് ബ്യൂറോക്കാർ മാത്രമേ പോയിട്ടുള്ളൂ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. ഇത് ചരിത്രത്തിൽ നടാടെയാണ്. 77-ന് ശേഷം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന് പോയ ആൾ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ ഭാണ്ഡം ചുമക്കാൻ വിധിക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും CPMനകത്ത് 2 ലൈനുണ്ടെന്ന് അതിനർത്ഥം. ഒരു കൂട്ടർ, അത് മാത്രമല്ല, സാധാരണ ഈ പറയുന്നത്, അതാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ 2 സുഹൃത്തുക്കളോടെങ്കിലും ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇലക്ഷൻ കാലമാണ്, ബാക്കിയെല്ലാം മാറ്റിവെച്ച് CPMനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുന്ന കാര്യം CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷങ്ങൾക്കും ഇപ്പോഴും ദഹിക്കാത്തൊരാശയമാണ്. അതുകൊണ്ട് ആ ആശയത്തിന് ചോട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് എങ്ങനെ യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ബംഗാളിലെ ഇലക്ഷൻ പ്രചരണത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ച പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഭൂരിപക്ഷത്തെ കൊണ്ട് ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും CPM. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അനുരണനമാണ് ഇന്ന് പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ കേട്ടത് എന്നതാണ് വസ്തുതാപരമായ ശരി. കാരണം അതിനൊരു മറുപടി വന്നു. പിന്നെ ആരാ മറുപടി പറഞ്ഞത്? മുഖത്തടിച്ച് മറുപടി പറഞ്ഞു വേറൊരു PB മെമ്പർ. അത് പറഞ്ഞത് MA ബേബിയാണ്. അതും വളരെ 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 ഡ്യൂബിയസ് ആയിട്ടുള്ള കാര്യമാണ്. ബേബി ഉടനെ ഒട്ടും വൈകാതെ മുഖത്തടിച്ചതുപോലെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കൊണ്ടുവരുന്ന ആളുകൾ ഇടതുപക്ഷ വിരുദ്ധരാണെന്ന് പറയുമ്പോൾ ആർക്കാ കൊള്ളുകയെന്നറിയാം. അത് വേറൊരു PB മെമ്പറായിട്ടുള്ള പിണറായിക്കാ കൊള്ളുക. അതുകൊണ്ട് പിണറായി പോയി തിരുത്തി. അത് പ്രമേയം ഇല്ല എന്നൊന്നും പിണറായി പറഞ്ഞിട്ടില്ല, പ്രമേയം നിലനിൽക്കുന്നത് തിരുത്തിയിട്ടില്ല. ഞാൻ ഇന്ന് VS അച്യുതാനന്ദനെ പാർട്ടി വിരുദ്ധനെന്ന് വിളിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. അദ്ദേഹം എത്ര ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എത്ര കൃത്യമാണ് എന്നൊക്കെ പിണറായിയെ 70കൾ മുതൽ അറിയുന്ന എനിക്ക് നന്നായിട്ടറിയാം. താൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി കുറച്ച് മാറിക്കളയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും CPMൻ്റെ ഭാവിയോ കേരള സമൂഹത്തിന് CPM ഉണ്ടാക്കിക്കൊടുക്കുമെന്ന് പലരും വിശ്വസിക്കുന്ന ഭാവിയെക്കുറിച്ച് ഒരു പക്ഷേ ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് പോലും ഇല്ലാത്ത ഉത്കണ്ഠയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പങ്കിടേണ്ടത് എന്ന് പറയുന്നതിൽ വാദിക്കുന്നതിൽ ഒരു യുക്തിയുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെയുള്ള ഒരു പതിവ് തന്ത്രങ്ങളുണ്ടല്ലോ. പറയാനുള്ളത് വിശദമായി പറയുക, അതിനുശേഷം അത് തെറ്റായി ഉദ്ധരിച്ചു എന്ന് വീണ്ടും ആവർത്തിക്കുക, അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ ചർച്ചയാക്കുകയും പിന്നീട് അതിന്മേൽ നടത്തുന്ന ഒരു വിശദീകരണവും എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ ഇന്ന് നൽകിയ വിശദീകരണത്തിന് മറ്റെന്തെങ്കിലും അർത്ഥം കൽപ്പിക്കാൻ കഴിയുമോ? അദ്ദേഹം പാർട്ടി സെക്രട്ടേറിയറ്റിലെ പ്രമേയം സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന പതിവ് വിശദീകരണം മാത്രമല്ലേ നടത്തിയിരിക്കുന്നത്? ഒരു നാവു പിഴയൊന്നും സംഭവിക്കുന്ന നേതാവായിട്ടല്ലല്ലോ നമ്മളാരും പിണറായി വിജയനെ ഇതുവരെ കണ്ടിട്ടുള്ളത്. VS വിരുദ്ധൻ അല്ലെങ്കിൽ VS പാർട്ടി വിരുദ്ധനാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പിണറായി വിജയനെ ആവിഷ്കരിക്കാൻ നടത്തിയ മാധ്യമ ശ്രമത്തെയാണ് അദ്ദേഹം എതിർത്തത്. അദ്ദേഹം ആകെ പറഞ്ഞത് എന്താ? വസ്തുതാപരമായി പറഞ്ഞത് ശരി തന്നെയാണ്. ആ ശരി ഇപ്പോൾ പറയേണ്ട കാര്യം എന്തായിരുന്നു എന്ന ചോദ്യം, അതിപ്പോൾ അങ്ങനെ വരുന്നൊരു ചോദ്യത്തെ നേരിടുന്നതിൽ വന്ന മാറ്റമുണ്ടല്ലോ, ആ പാളിച്ചയാണ് പ്രശ്നം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ അത്തരം ഒരു ചോദ്യത്തിന് ശരവ്യമായി പോകുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കുക എന്നത്
തെരഞ്ഞെടുപ്പ് വിജയവുമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രധാനമാണ്. ഇത് ശ്രീ ഉമേഷ് ബാബു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എന്നെ മാതിരി ഒരാൾ ചിന്തിക്കുന്ന കാര്യമൊന്നുമല്ല. ബംഗാളിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. ബംഗാളിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് ബിമൻ ബോസ് അതേ സംബന്ധിച്ച് വളരെ തുറന്ന ഒരു ഇൻ്റർവ്യൂ ഹിന്ദുവിന് കൊടുത്തിട്ടുണ്ട്. താങ്കൾ അത് വായിച്ചിട്ടുണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ബംഗാളിൽ ഇടതുപക്ഷത്തിൻ്റെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും ജനാധിപത്യ പ്രവർത്തകരുടെയും ഒക്കെ അവസ്ഥ എന്താണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെയും അതുമാതിരി തന്നെ സഞ്ജയ് ഗാന്ധിയുടെയൊക്കെ പരാജയം ജയിലിൽ കിടന്നാണ് ഞാൻ കേട്ടത്. ആ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് 3 മാസം ജയിലിലടക്കം രൂപം കൊണ്ട രാഷ്ട്രീയ പരിഗണനകളില്ലാതെ RSSകാരും നക്സലൈറ്റുകാരും CPMകാരും ഒക്കെയുള്ള വിഭാഗങ്ങൾ കൈകോർത്ത് പിടിച്ച് പല നിലവാരത്തിലുള്ള ആശയപ്രചാരണം ഒളിഞ്ഞും തെളിഞ്ഞും ജയിലുകൾക്ക് പുറത്തേക്ക് എത്തിച്ച ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ഉമേഷ് ബാബു, താങ്കൾ അത് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഏകാധിപത്യം വരുമ്പോൾ അതിനെ എതിർക്കുന്ന വ്യത്യസ്തമായ ശ്രമങ്ങൾ സംഭവിക്കാറുണ്ട്. അത് മനസ്സിലാക്കാതെ കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടോ ആണ് താങ്കൾക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. എനിക്കെന്തായാലും എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. അതിനുള്ള ഫ്രീഡം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് തരുന്നില്ല ഉമേഷ് ബാബു എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. കേരളത്തിലും പ്രധാന വെല്ലുവിളിയായി വരുന്നത് BJP ഉയർത്തിപ്പിടിക്കുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തിൻ്റെ ആസുര പ്രഭാവം തന്നെയാണ്. അതിനെയൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ വലിയ ചർച്ചകളായി വിജയകുമാർ, ഉമേഷ് ബാബു നാം ഒന്നും കൊണ്ടുവരേണ്ടതില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കും എന്ന ഏകദേശം സുനിശ്ചിതമായ പശ്ചാത്തലത്തിൽ. KC ഉമേഷ് ബാബു, താങ്കൾക്ക് ചോദ്യം കൃത്യമായി അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇതൊന്നും. BJPയുടെ സംഘപരിവാറിൻ്റെ മുന്നേറ്റം തടയുക, അത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വഴി മാറ്റാനുള്ള ലക്ഷ്യത്തോട് നടത്തുന്ന ഇത്തരം ചർച്ചകളെ ആ നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി. അല്ല, എനിക്ക് മനസ്സിലാവാത്ത പ്രധാനപ്പെട്ട കാര്യം, ബംഗാളിലെ അടിയന്തര സാഹചര്യത്തെക്കുറിച്ച് ബിമൻ ബോസ് ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷ അംഗങ്ങൾക്കും അതേക്കുറിച്ച് അങ്ങനെയല്ല അതേക്കുറിച്ച് കാണുന്നത്. അവരാരും അവിടെ ഇത്രയും കാലമായിട്ടും 3 ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കഴിഞ്ഞിട്ടും ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കുക ചെയ്യുന്നത്. അതേക്കുറിച്ച് എന്താ നമ്മുടെ സുഹൃത്തുക്കളൊന്നും ആലോചിക്കാത്തതെന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, 74-77 കാലത്തെ ഈ പറയുന്ന അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയേക്കാൾ വലിയ ഭീകരവാഴ്ചയൊന്നും എനിക്കറിയാവുന്നിടത്തോളം, കാരണം പത്രങ്ങൾ മാത്രം വെച്ച് ബംഗാളിലെ സ്ഥിതിഗതികളൊന്നും മനസ്സിലാക്കുന്നില്ല, കേരളത്തിലെ സ്ഥിതികൾ മനസ്സിലാക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതികളും പദ്ധതികളും ഒക്കെ ഉണ്ട്. അത് എൻ്റെ അറിവിൽ ബംഗാളിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ 74-77 കാലത്തെ സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ വാഴ്ചയോളം ഒരു അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയൊന്നുമല്ല. എന്നിട്ട് പോലും അതാണെന്ന് ബിമൻ ബാസുവും സംഘവും വിശ്വസിച്ചിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ CPM PVയിലെ ഭൂരിപക്ഷ അംഗങ്ങളും എന്തുകൊണ്ട് ബംഗാളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന ചോദ്യം എന്താ പരിഗണിക്കാത്തത്? CPM എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് നിൽക്കുന്നത്? കാരണം ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ ന്യൂസ് ബുള്ളറ്റിലെ മറ്റൊരു വാർത്ത, കേരളത്തിലെ ഫോർവേഡ് ബ്ലോക്കുകാർ, അവർക്ക് എത്ര ആളുണ്ടോ എന്നുള്ള എൻ്റെ പ്രശ്നമല്ല, പക്ഷേ ഫോർവേഡ് ബ്ലോക്കുകാർ UDFലേക്ക് ചേരാൻ നിൽക്കുകയാണ്. ഇന്ത്യൻ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഭാവനാത്മകമായ സ്വപ്നങ്ങളിൽ വിശ്വസിക്കാനും അത് ജനങ്ങളെ വിമോചിപ്പിക്കുന്നൊരു ശക്തിയാണെന്ന് വിശ്വസിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഞാൻ വളരെ ജനാധിപത്യവാദിയാണ്. പക്ഷേ അത് വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് മറുപടിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വരാം, നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ വിഷയത്തിൽ VS പാർട്ടി വിരുദ്ധരുടെ മനോഭാവത്തിലേക്ക്, മാനസിക നിലയിലേക്ക് തരം താണുപോയി എന്നതായിരുന്നുവല്ലോ ആ പ്രമേയത്തിൻ്റെ, പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയത്തിൻ്റെ ആകെത്തുകയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ നമ്മളൊക്കെ മറന്ന പ്രമേയമാണ്. ആരും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്ത പ്രമേയമല്ല അത്. ആ വിഷയം അത് അവിടെ കൊണ്ട് കഴിയുകയും ഒക്കെ ചെയ്തതാണ്. അതിന്മേൽ ചർച്ചയോട് ചർച്ച നടന്നിട്ടുള്ളതുമാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ പ്രസ്താവനയോടെ, ഈ മറുപടിയോടുകൂടി ഈ പ്രമേയം വീണ്ടും വായിക്കപ്പെടില്ലേ കേരളത്തിൽ? അല്ല, അതുപോലെ ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. VS അച്യുതാനന്ദൻ പിണറായി വിജയനെ ഡാങ്കിയോട് ഉപമിച്ചു. ഇതൊക്കെ അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഒഞ്ചിയത്ത് ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ചു. അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പിണറായി വിജയൻ VSനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, VS തിരിച്ചും പറഞ്ഞിട്ടുണ്ട്.
പിന്നെ VS പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഈ പറഞ്ഞ വിഖ്യാതമായ പ്രമേയം പാസ്സാക്കുക മാത്രമല്ല, അത് ഓർമ്മയില്ലേ, പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം പൂർണ്ണമായിട്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അതാണ് അതിനകത്ത് പുതുമാലുണ്ട്. പ്രമേയം പാസ്സാക്കലൊന്നും പാർട്ടിയിൽ പുതിയ കാര്യങ്ങളല്ല. പാർട്ടിയിൽ പലപ്പോഴും പല നേതാക്കളെയും EMS അടക്കം ശാസിച്ച പാരമ്പര്യം പാർട്ടിക്കുണ്ട്. SA ഡാങ്കയെ ഞങ്ങൾ CPI പുറത്താക്കിയില്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ അത് പരസ്യപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പുതുമ. അതൊക്കെ പോട്ടെ, അതൊക്കെ ഇപ്പം നമ്മൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലല്ലോ. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലെ പല അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഉമേഷ് ബാബു പറയുന്നു. ശരിയായിരിക്കും. MA ബേബിയും പിണറായി വിജയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ഉണ്ടായിരിക്കുകയും ചെയ്യാം. ഇവിടെ MA ബേബിയും പിണറായി വിജയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അല്ലല്ലോ. നമ്മുടെ മുമ്പിൽ വിഷയം എന്താ? ഉമ്മൻചാണ്ടിയുടെ ദുർഭരണം തുടരണമോ, BJPക്ക് കയറി പോകാൻ ഏണി വെച്ച് കൊടുക്കണമോ? ഈ വിഷയമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിനിടയ്ക്ക് ഇതുപോലൊരു വിഷയം കൊണ്ടുവരേണ്ട ആവശ്യം തന്നെ ഇല്ല. സത്യത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്താണ്? അഴിമതി, കെടുകാര്യസ്ഥത, സമുദായ പ്രീണനം. ഇത് മൂന്നും അനുവദിക്കണമോ വേണ്ടയോ? അതാണ് ക്വസ്റ്റ്യൻ. അല്ലാണ്ട് CPM സംഘടനാപരമായ പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ CPM CPI തമ്മിൽ ചിലപ്പോൾ പല വിഷയത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. RSP പോയത് ഒരു വിഷയമായിരിക്കും. ഇനി ഫോർവേഡ് ബ്ലോക്ക് പോവുകയാണെങ്കിൽ അതും ഒരു വിഷയമാകാം. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ബേണിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്. അത് അഴിമതിയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് ബോധപൂർവം ഉണ്ടായതല്ലല്ലോ. താങ്കൾക്കറിയാവുന്നതാണ്, പിണറായി വിജയനെ പോലൊരു നേതാവിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ആദ്യ ചോദ്യം മുതൽ, ഈ വിഷയത്തിലുള്ള ആദ്യത്തെ ചോദ്യം മുതൽ അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായിരുന്നു. അദ്ദേഹം അതിൽ വിശദീകരിച്ച് ഏതാണ്ട് ഒരു 3-4 മിനിറ്റുള്ള ചോദ്യവും ഉത്തരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അവസാനം ആ ചോദ്യത്തിനും ഉത്തരത്തിനും സ്വാഭാവിക അവസാനം ഉണ്ടാവുകയും ചെയ്തു. ഇതങ്ങനെ വെറുതെ ഒരു വിഷയമായി രൂപപ്പെട്ടു വന്ന മാധ്യമപ്രവർത്തകൻ തീരുമാനിച്ചുറപ്പിച്ച് വന്ന് ചോദിച്ചതാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ആൾ അങ്ങനെയല്ലല്ലോ മറുപടി പറയേണ്ട. അതുകൊണ്ടല്ലേ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ വെറുതെ ഒരു വിഷയം പിണറായി വിജയൻ അങ്ങനെ സ്വാഭാവികമായോ യാദൃശികമായോ ഒക്കെ അതിൽ പ്രതികരിച്ചു എന്ന് നമുക്ക് നിഷ്കളങ്കമായി വിചാരിക്കാമോ? അല്ല, ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ. ആ ലേഖകൻ വളരെ കൃത്യമായ ഉദ്ദേശം വെച്ചാണ്, അജണ്ട വെച്ചാണ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ലേഖകനുണ്ട്. അയാൾ ഏത് പത്രത്തിൻ്റെ ലേഖനാണെങ്കിലും ഏത് ചാനലിൻ്റെ ലേഖനാണെങ്കിലും സ്വാതന്ത്ര്യം അവിടെയുണ്ട്. പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെ മറുപടി പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ്, CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള നേതാവ് കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ചർച്ച ഉണ്ടായത്. അല്ലെങ്കിൽ ഞാനും ഉമേഷ് ബാബുക്ക് ഈ സമയത്ത് ഞങ്ങളുടെ വീട്ടിലിരിക്കേണ്ടതാണല്ലോ, ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടല്ലേ. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പുലർത്തേണ്ടിയിരുന്ന ജാഗ്രത ഉണ്ടായില്ല. അതാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് കാരണമായത്. നേരെ മറിച്ച് MA ബേബി ഇന്നിവിടെ ശരിയായ രീതിയിൽ നിരീക്ഷിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പം ഞാനോ വാസുദേന്ദ്ര ബാബു ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, അല്ലെങ്കിൽ MA ബേബി ആയിരുന്നുവെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം പറയുമായിരുന്നു. ഇവിടുത്തെ വിഷയം അതല്ല സുഹൃത്തെ, ഇവിടെ അഴിമതിയാണ് പ്രധാന വിഷയം. CPM പല പ്രമേയങ്ങളും ഇതിനു മുമ്പ് പാസ്സാക്കിയിട്ടുണ്ട്, ഇനി ശേഷവും പാസ്സാക്കിയിട്ടുണ്ട്, ഇനിയും പല പ്രമേയങ്ങളും പാസ്സാക്കാൻ ഇരിപ്പുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സമയവും സന്ദർഭവും പോലെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ശ്രീ ഉമേഷ് ബാബു, ഇതുവരെ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നിശബ്ദമെന്ന് നമ്മൾ കരുതിയ, അല്ലെങ്കിൽ ചാരം മൂടി കിടന്നു എന്ന് നമ്മൾ കരുതിയ വിഭാഗീയതയുടെ ഒരു കനലുണ്ടല്ലോ, അതിപ്പോൾ ഈ പ്രസ്താവനയോടെ അത് ഊതുകയാണോ പിണറായി വിജയൻ ചെയ്തത്? അത് വരും ദിവസങ്ങളിലൊക്കെ ആ നിലയ്ക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് മേഖലയിലടക്കം CPM നേരിടേണ്ടി വരില്ലേ ഈ ഒരു വിശദീകരണത്തോടു കൂടി? താനാണ് നയിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പിണറായി ചെയ്തത് എന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. കാരണം അത് വസ്തുതയുടെ പുറത്തുണ്ടാകുന്നതാണ്, അല്ലാതെ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടാകുന്നില്ല. കാരണം നാളെ 21-ാം തീയതിയാണ്. നാളെ കണ്ണൂരിൽ വന്ന് 3 യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന VS പ്രസംഗിക്കാൻ പോകുന്ന ഒരു സ്ഥലം ധർമ്മടം മണ്ഡലത്തിലെ ചക്കരക്കല്ല് എന്ന് പറയുന്ന ചെറിയ നഗരത്തിലാണ് അദ്ദേഹം നാളെ പ്രസംഗിക്കുക. അത് പിണറായിക്ക് അറിയാത്ത കാര്യമല്ല. അതേ സമയത്ത് മലമ്പുഴയിൽ പിണറായി പാലക്കാട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ മലമ്പുഴ മണ്ഡലത്തിൽ പിണറായി പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായി കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിലെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ, അത് CPI രാഷ്ട്രീയത്തിലാണെങ്കിലും ഉള്ള, അത് SUCI കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലാണെങ്കിലും ഉള്ള അടിയിലെ സങ്കീർണതകൾ എന്ന് പറയുന്നത്. ഈ അടിയിലെ ഒരു സങ്കീർണത ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് താനാണ് പാർട്ടിയിലെ ഏറ്റവും കൃത്യതയുള്ള ആൾ എന്നൊരു മെസ്സേജ് ഇന്ന് നൽകണം. അത് ഒരുപക്ഷെ ഈ പത്രസമ്മേളനത്തിൽ എങ്ങനെയാണ് ഈ ചോദ്യം വന്നത് എന്നതിൻ്റെ പിറകിലൊക്കെ അന്വേഷിച്ചു ഒരുപക്ഷെ കിട്ടിയേക്കും. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പുറപ്പെടേണ്ട കാര്യമില്ല. അത്രയൊന്നും മോശമാക്കേണ്ടതില്ല. ഇപ്പോഴത്തെ അന്തരീക്ഷം വളരെ കൃത്യമായിട്ട് കിട്ടും. കാരണം ചോദ്യങ്ങളൊന്നും പല പത്രസമ്മേളനത്തിലും 10 മാസം മുമ്പത്തെ ഒരു കാര്യത്തെ മുൻനിർത്തി ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ആ ചോദ്യം
ചോദ്യം പത്രക്കാരൻ ചോദിച്ചതാകാം, പത്രക്കാരൻ്റെ വായിൽ വെച്ച് കൊടുത്തതാകാം, പത്രക്കാരൻ്റെ മൊബൈലിൽ വെച്ച് കൊടുത്തതാകാം, പലതരത്തിലുള്ളതാകാം എന്നതിന് എൻ്റെ കയ്യിൽ അനേകം തെളിവുകളുണ്ട് ഇത്തരം സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഒന്നും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഇന്ന് പിണറായി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പാർട്ടി മുമ്പേ ചില തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പാർട്ടി ആരാണ് നയിക്കുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ടതില്ല എന്നൊരു മെസ്സേജ് കേരളത്തിന് കൊടുക്കുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ചോദ്യം ചോദിച്ചൊരു കുട്ടിയെ, ഒരു പ്രായം കുറഞ്ഞൊരു കുട്ടിയെ എറണാകുളത്ത് വെച്ച് പിണറായി നടത്തിയ ഒരു കൈകാര്യമുണ്ട്. അതേക്കുറിച്ച് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ അവതരിപ്പിച്ച പരിപാടികളിലെ പരിഹാസത്തിലായിരുന്നു. അതുകൊണ്ട് പിണറായി പറയുമ്പോൾ അദ്ദേഹം കണക്കുകൂട്ടി പറയുന്നതാണ്. അത് അദ്ദേഹം നടത്തിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ചിലപ്പോൾ ഒരു പ്രതികരണം, കാരണം വേറൊരു കക്ഷി അപ്പുറത്തുണ്ടല്ലോ. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? അങ്ങനെ ഒരാൾ കൂടി ഇരിക്കുന്നുണ്ട്. രണ്ട് കൈ മുട്ടുമ്പോൾ ഒച്ചയുണ്ടാകും എന്നാണ് പ്രസിദ്ധമായ തത്വം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കയ്യിൽ എന്താ ഉള്ളത് എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അദ്ദേഹം ചിലപ്പോഴീ സാഹചര്യത്തിൻ്റെ അകത്ത് ഈ പ്രകോപനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഇട എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇത് പല മൂടി വെച്ച അധ്യായങ്ങളുടെയും ഇപ്പോൾ ബംഗാളിൽ തുറന്നതുപോലെയുള്ളൊരു സമാന്തരം കേരളത്തിൽ തുറക്കാനിടയാക്കും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമുക്കറിയാം വി.എസ്. അച്യുതാനന്ദൻ ഇന്ന് കാസർഗോഡായിരുന്നു. അദ്ദേഹം കാസർഗോഡ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. നാളെ അദ്ദേഹം കണ്ണൂരേക്ക് വരികയാണ്. കണ്ണൂർ പിണറായി വിജയൻ്റെ മണ്ഡലത്തിലടക്കം അദ്ദേഹം പ്രചാരണ പരിപാടികളിലും പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്ക് തരം താണ ഒരാളിനെയാണോ CPM കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രചാരണത്തിനായി നിയോഗിക്കുന്നത് എന്ന് സാധാരണക്കാർക്കോ പാർട്ടി അനുഭാവികൾക്കോ ഒക്കെ സംശയം തോന്നേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലേ ഇന്നത്തെ ഈ പ്രതികരണം? അല്ല, അത് ഒരു വായനയാണ്, ഒരു തരത്തിലുള്ള വായനയാണ്. എന്നാൽ മറ്റൊരു തരത്തിലുള്ള വായന കൂടി ഈ സാഹചര്യങ്ങൾ നമുക്ക് അനുവദിക്കുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദനെ സംബന്ധിച്ച അത്രയും ഉന്നതനായ ഉയർന്ന പാർട്ടി സ്ഥാപകത്തിൻ്റെ ഭാഗം കൂടിയായ ജീവിച്ചിരിക്കുന്ന ഏക നേതാവ്, ഏറ്റവും പ്രായം കൂടിയ നേതാവ് CPM-ൻ്റെ, അദ്ദേഹത്തോട് നടത്തുന്ന സമീപനത്തിൽ പ്രത്യേക പരിഗണന ഞങ്ങൾ കാണിക്കും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പരസ്യമായി പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാം എങ്ങനെയാണ് രണ്ടു പേർക്ക് രണ്ട് വിധി, രണ്ട് ന്യായം. ഇത് തന്നെ വി.എസ്. അച്യുതാനന്ദനെ കണ്ടിട്ട് ആരെങ്കിലും പാർട്ടി നിയമങ്ങൾ തെറ്റിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് വി.എസ്. അച്യുതാനന്ദനോട് ലഭിക്കുന്ന പരിഗണന ലഭിക്കില്ല എന്ന് പറയുന്ന ആർജവം കാണിച്ച പാർട്ടിയാണ് CPM. വി.എസ്. അച്യുതാനന്ദൻ അറിയിക്കുന്ന എല്ലാ ആദരങ്ങളും നൽകണമെന്ന് തീരുമാനമുള്ള പാർട്ടിയാണ്. KR ഗൗരിയമ്മയോട് അവർ പെരുമാറുന്ന രീതി, ഇതൊക്കെ കണ്ടാൽ ഈ സത്യത്തിൽ ഉമേഷ് ബാബു ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സിനിസിസം ഉണ്ടല്ലോ, അതിനൊന്നും ഒരു സ്ഥാനവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തികച്ചും വ്യത്യസ്തമായാണ് ചിന്തിക്കുന്നത്. ഇത് കണ്ണൂരുകാരുടെ ഒരു മാനസികാവസ്ഥയാണോ ഉമേഷ് ബാബു തുറന്നു കാണിക്കുന്നതെന്ന് എനിക്ക് സംശയിക്കുന്നു. എല്ലാ കാര്യത്തിലും ഒരു സംശയം, സന്ദേഹം, അതൊക്കെ വിടാമല്ലോ. താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ നാളെ ധർമ്മടത്ത് വേറെ ചില ഇതൊക്കെ വരും, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്തതിന് കാരണം വിഭാഗീയതയിൽ നിന്ന്, അത് ഏൽപ്പിക്കാവുന്ന പരിക്കുകളിൽ നിന്ന് ധാരാളം അനുഭവങ്ങൾ പഠിച്ച് ആ അനുഭവങ്ങളുടെ ഉൾവെളിച്ചത്തിൽ തന്നെയാണ് വി.എസ്. അച്യുതാനന്ദനെയും ഗൗരിയമ്മയെയും ഒക്കെ പഴയ വെറ്റേറൻസ് എന്ന നിലയ്ക്ക് ആദരപൂർവ്വം സമീപിക്കാൻ CPM പോലെ ഒരു പാർട്ടി, അത് CPI അടക്കം ഉള്ള പാർട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥ ഇന്ന് വ്യത്യസ്തമായി വീണ്ടും ഭൂതകാലത്തിൻ്റെ അന്വേഷണങ്ങളിലേക്ക് നാം ചെന്നെത്തും എന്ന് പ്രതീക്ഷിക്കേണ്ട ആശങ്കയുള്ളത് കൊണ്ടായിരിക്കും ഉമേഷ് ബാബു ഇത് പറയുന്നത്. അങ്ങനെയൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഉമേഷ് ബാബു, മാധ്യമങ്ങൾക്ക് പോലും നാളെ ഈ വിഷയം വലിയ താല്പര്യമുണ്ടാകില്ല. കാരണം മാധ്യമങ്ങൾ പോലും CPM-നെ സംബന്ധിച്ച്, പിണറായി വിജയനെ സംബന്ധിച്ച് മുൻകൂർ ലബ്ധമായ എന്തൊക്കെ ധാരണ മാറ്റി. മാധ്യമങ്ങളാണ് അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന ധാരണ വളരെയധികം പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. മാറുകയാണ് കാലം. മാറുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഉമേഷ് ബാബുവോട്. ശ്രീ KC ഉമേഷ് ബാബു, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള സംശയം, സന്ദേഹം, ആശങ്കകൾ ഇതൊക്കെയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന ഒരു മാമാങ്കം നടക്കുകയാണ്. അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ പരാജയപ്പെട്ടു പോവുകയുള്ളൂ.
അത് പഴയ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോയിലെ വലിയ അംഗമായിരുന്നാൽ നമുക്കെന്താ ചെയ്യാൻ കഴിയുക എന്നുള്ള ചോദ്യം. അത് ഞാനല്ല, ഇവിടെ ഇരിക്കുന്ന ആരുമല്ല, ഈ പത്രക്കാരും, അത് തീർച്ചയായിട്ടും PBയിലെ മുതിർന്ന അംഗവും മുഖ്യമന്ത്രിയാവാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാനത് വെറുതെ പറയേണ്ടെന്ന് ഓർത്തിട്ടാണ്. കാരണം എത്ര പറഞ്ഞു പിണറായി, ഇതിലിപ്പോൾ ആർക്കാ സംശയം ഉണ്ടാകേണ്ടത്? VS തീരുമാനിച്ചിട്ടല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയായത് എന്ന് പറഞ്ഞു. ഇതാരാദ്യം പറഞ്ഞത്? ഞാൻ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? VS അച്യുതാനന്ദനല്ലേ പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ടോ അദ്ദേഹം തീരുമാനിച്ചുകൊണ്ടല്ലോ അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അത് പാർട്ടി തീരുമാനിച്ചിട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതാണ് എന്ന് പിണറായി പറഞ്ഞു. തെറ്റിപ്പോയതാ? പത്രക്കാരുടെ ചൂണ്ടയിൽ കുരുങ്ങിയതാ? പത്രക്കാരൻ കുഴിച്ച കുഴിയിൽ ഇറങ്ങിയിട്ടാണോ ഈ മറുപടി പറഞ്ഞത്? തീർന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇതും സ്ഥാനാർത്ഥിത്വവും പ്രമേയമൊക്കെ രണ്ട് സമീപനവും രണ്ട് കാര്യമാണെന്ന് കൂടി വ്യവച്ഛേദിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കറിയാവുന്ന പിണറായി ശൈലി വെച്ച് ഇതോളം കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ളൊരു കാര്യം ലോകത്തോട് പറയാൻ ഇതേക്കാൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ് മലയാള ഭാഷയിലുള്ള എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ടെലിവിഷൻ ചാനലിലെ ചർച്ചയ്ക്ക് വേണ്ടി ഇതൊന്നും അങ്ങനെയല്ല പറഞ്ഞത്. പാവം പിണറായി ഒരു പത്രക്കാരനുണ്ടാക്കിയ കുഴിയിൽ അറിയാതെ ചെന്ന് ചാടിപ്പോയി. എന്തൊരു കഷ്ടമാണ്. ഈ LDF ഞാൻ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട് പറയാൻ, ഒരു ചുവന്ന കാർപ്പറ്റ് വിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിലൂടെ അധികാരത്തിലേക്ക് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പാവം പിണറായിയെ ഇങ്ങനെ ഒരു ദുഷ്ട പത്രക്കാരൻ കുഴിയിലിറക്കിയല്ലോ എന്നൊക്കെ വിചാരിക്കാൻ നമുക്ക്. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുടെ വികാരത്തോട് എനിക്ക് അങ്ങേയറ്റത്തെ മതിപ്പും ബഹുമാനമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ ഒരു ഇടതുപക്ഷ പാർട്ടിയോ മുന്നണിയോ അധികാരത്തിലെത്തണം എന്നുള്ളൊരു സതുദ്ദേശമാണ് അത്തരം ആളുകളുടെ മനസ്സിലുള്ളത്. അതിനെയൊക്കെ തീർച്ചയായിട്ടും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ വസ്തുത CPMനെ കുറിച്ചാണെങ്കിൽ അത് അവിടെയല്ല നിൽക്കുന്നതെന്നും പുര കത്തുമ്പോൾ വാഴ വെട്ടുകയാണ്, അത് മറ്റാരുമല്ല അതിൻ്റെ PB നേതാക്കന്മാർ എന്ന കാര്യമാണ് വസ്തുതാപരമായിട്ട് ബംഗാളിലെ അനുഭവം ഇപ്പോൾ ഈ കേരളത്തിലെ അനുഭവം വെച്ചിട്ട്. കാരണം ഉപശാല വൃത്തങ്ങളിൽ പലതും പുകയുന്നുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ ഒരു മണ്ഡലമാണ്, അതൊരു മണ്ഡലം. ധർമ്മടം വേറൊരു മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ചിത്രമൊന്നും വന്നു കഴിഞ്ഞിട്ടില്ല. ഇനിയും സ്ഥാനാർത്ഥികളൊക്കെ പാർട്ടികൾ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. കളികൾ പലതും നടക്കുമെന്നാണ് ഉപശാല വൃത്തങ്ങളിൽ മുമ്പൊക്കെ ഞങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ വളരെ വിശ്വാസയോഗ്യമായി തീരുന്ന ഉപശാല വൃത്തങ്ങളൊന്നും കേൾക്കുന്നത്. കാരണം പുര കത്തുകയാണ് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന പുരക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ വാഴ വെട്ടണമെന്ന് PBക്കാർ തീരുമാനിച്ചാൽ അത് തടയാവുന്നതൊന്നും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരുടെയോ സുമനസ്സുകളായിട്ടുള്ള ഇടതുപക്ഷത്തെ പിന്താക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെയോ കയ്യിലില്ലാത്തതിൻ്റെ നിസ്സഹായതയാണ് ബംഗാളിൽ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ നിസ്സഹായതയാണ് വാസ്തവത്തിൽ ഇന്ന് വിമൻ ബസുവിനെ കൊണ്ട് ഇത് ജോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിലൊരു ബംഗാൾ പശ്ചാത്തലമുണ്ട്. എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു, ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തതാണ്, ഹിന്ദു റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ബംഗാളിൽ ഏത് മൂലയിൽ പോയിട്ട് CPMൻ്റെ ഒരു നേതാവിനോട് സംസാരിക്കുമ്പോഴും ഈ ജോർഡിൻ്റെ പുറകിൽ ഒരു ആശാനായിട്ട് അവർ പരിചയപ്പെടുത്തുന്ന ഒരു ഒച്ചോദാനന്ദനുണ്ട്. ഈ ഒച്ചോദാനന്ദൻ ഒരു ഇംഗ്ലീഷ് പത്രക്കാരൻ തന്നെ എഴുതി വെച്ചൊരു കാര്യമാണ്. കുറേ സമയം ഈ ഒച്ചോദാനന്ദൻ എന്നുള്ള പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. കാരണം ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒച്ചോദാനന്ദൻ എന്ന് പറയുന്ന ഒരു വാക്കില്ല. പിന്നെയാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. ഇത് പറയുന്നത് VS അച്യുതാനന്ദനെ കുറിച്ചാണ്. കാരണം ജോർഡിൻ്റെ കോൺഗ്രസുമായിട്ടുള്ളൊരു ജോർഡ് PBയിലും CCയിലും വന്നപ്പോൾ ഏറ്റവും ആദ്യം ബംഗാളിന് പുറത്ത് അതിനു വേണ്ടി കൈപൊക്കിയ ഒരാൾ അച്യുതാനന്ദനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അച്യുതാനന്ദൻ്റെ ഒരു അജണ്ടയുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ അച്യുതാനന്ദൻ്റെ മുമ്പിൽ അച്യുതാനന്ദനെ കുറിച്ച് പാർട്ടിയുടെ ഒരു പ്രമേയം നിൽക്കുന്നുണ്ട് എന്ന് പിണറായി പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ബംഗാൾ ഷെനേറിയോ കൂടിയുണ്ട്. ഒരു മാസം കാത്തിരുന്നാൽ മതി. ഇലക്ഷന് ശേഷം CPMൻ്റെ കേന്ദ്ര നേതൃത്വം ഇലക്ഷൻ കഴിഞ്ഞു വരുന്ന കേരളത്തിൻ്റെയും ബംഗാളിനെയും മുൻനിർത്തി എന്ത് തർക്കങ്ങളിലേക്കാണ് നീങ്ങുക എന്ന് വരുമ്പോൾ നമ്മുടെ സതുദ്ദേശമൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ നേതാവിൻ്റെയും സതുദ്ദേശം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ബംഗാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രീ ഉമേഷ് ബാബുവിൻ്റെ വിശദീകരണത്തിനുള്ള മറുപടിയോടൊപ്പം ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വെച്ച്, ഈ CPMൽ ഇപ്പോഴും VS വിരുദ്ധത എന്ന് ഒരു ഘടകമുണ്ടോ? അത് എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണോ ഈ പ്രസ്താവനകളൊക്കെ? അല്ല, ഇത് വിജയകുമാർ രണ്ടുപേരുള്ള ചർച്ചയല്ല, ഇത് മൂന്നാമതൊരാളുണ്ട്. ഞാൻ പറയുന്നത്
ഇത് തന്നെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ആ പ്രമേയത്തിനകത്ത് തന്നെ ഇതിങ്ങനെ ദൗർഭാഗ്യകരമായി കിടക്കും. അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, പിന്നെ താങ്കൾ സൂചിപ്പിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യമൊക്കെ തന്നെ സത്യത്തിൽ ഏതുതരം ഉത്തരവും അപകടമുണ്ടാക്കുന്ന ഉത്തരങ്ങളാണ്. ഇപ്പോൾ CPM-ൽ ഇപ്പോൾ VS-ന് വിരുദ്ധമായ ഒരു തരംഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നല്ലേ പറയാൻ പറ്റൂ. രണ്ടുത്തരങ്ങളും ഈ സാഹചര്യത്തിൽ എത്രത്തോളം പ്രോഡക്റ്റീവാണ് എന്ന നിലയ്ക്ക് ഇടതുപക്ഷം ആലോചിക്കണമെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. സത്യത്തിൽ CPM-ൻ്റെയോ അല്ലെങ്കിൽ CPI-യുടെയോ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ചരിത്രം പരിശോധിച്ചാൽ, വിജയകുമാർ താങ്കൾ ചെറുപ്പക്കാരനാണ്, അതൊക്കെ പരിശോധിക്കാൻ കഴിയുന്നതുമാണ്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നേരത്തെ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചത് മാതിരി ധാരാളം യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും വലിയൊരു ചരിത്രമുണ്ട്. ഇതിനൊക്കെ ധാരാളം സംഭവങ്ങൾ CPI എന്ന പാർട്ടിയുടെ നദിയിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ മഹാന്മാരായ നേതാക്കന്മാർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കൽക്കത്ത തീസ് പോലെ ഒരു സംഭവത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന രണദിവേ, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അദ്ദേഹം കൽക്കത്ത വിടുകയും ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിനൊപ്പം പോകാൻ ഒരു അനുയായി പോലും ഉണ്ടായിരുന്നില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വളരെയധികം സംഭവങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും താങ്കളെപ്പോലുള്ള ആൾക്കാർ ചോദിച്ചിട്ടില്ലല്ലോ രണദിവയ്ക്കൊപ്പമാണോ അല്ലയോ എന്ന്. VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ മാത്രം വരുമ്പോൾ എന്താണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്? അങ്ങനെ വരുന്നത് മാധ്യമങ്ങൾക്ക് ഇഷ്ടമായ ഒരു വിഭവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള വിഭാഗീയത അതിൻ്റെ ഉയർന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രശ്നം. അത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ജാഗ്രതാബോധമാണ്, ഒരു ജനാധിപത്യ ജാഗ്രതാബോധമാണ്. അതാണ് ഞങ്ങളൊക്കെ പുലർത്തുന്നത്. ആര് ജയിക്കണം ആര് തോക്കണമെന്നല്ല, ആരാണ് അധികാരത്തിലേക്ക് ഇന്ത്യയിലും കേരളത്തിലും വരാതിരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഉമേഷ് ബാബുവോട് ചെറിയ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. താങ്കൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ച സിനിസിസം അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയിരിക്കുന്നു താങ്കളുടെ കണ്ണൂർ അനുഭവങ്ങളുമായി മാത്രം ബന്ധിപ്പിച്ച്. കണ്ണൂരിൽ നിന്ന് മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല ഇന്ത്യൻ രാഷ്ട്രീയ ഷിനോറിയ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളം മനോരമ പത്രം താങ്കളെടുത്ത് വായിച്ചു നോക്കുക. ആ പത്രങ്ങളിൽ മുഴുവൻ ഒരു വലിയ മുഴുവൻ പേജ് തന്നെ ബംഗാളിൻ്റെ ഇഷ്യൂ ചർച്ച ചെയ്യാനാണ് ഇന്നലെയും ഇന്നുമൊക്കെ മനോരമ എടുത്തിരിക്കുന്നത്. ഒരു യാത്രാ വിവരണം ആദ്യ പേജിൽ തന്നെ പകുതിയോളം വരുന്ന എന്താ പറയുക വാർത്ത. ഇതൊക്കെ അടക്കം ഹിന്ദു എത്ര മര്യാദയ്ക്കാണ് വിമൻ ബോസിൻ്റെ ഈ ഇൻ്റർവ്യൂ തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരാമായിരുന്നല്ലോ മനോരമയ്ക്കും. എന്തേ മനോരമ അത് ചെയ്യുന്നതിന് പകരം മറ്റ് നിലവാരത്തിൽ അതിനെ സമീപിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ജയശങ്കർ സൂചിപ്പിച്ചത് മാതിരി മനോരമ ആരെ പിന്തുണയ്ക്കുന്നുവോ അവരെ പിന്തുണയ്ക്കാൻ കഴിയാത്തവണ്ണം അവരുടെ ഇമേജ് പ്രതിച്ഛായ നഷ്ടം വന്നിരിക്കുന്നു, പ്രതിച്ഛായ ഭംഗം വന്നിരിക്കുന്നു. അതിനെ അതിജീവിക്കാനാണ് ബംഗാൾ ഉയർത്തിപ്പിടിക്കുന്നത്. താങ്കൾ കൂടി ആ സംഘഗാനത്തിൽ പങ്കെടുക്കരുത്, അതിൻ്റെ ഭാഗമായി തീരരുത്. അത് വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം നിൽക്കും. അതുകൊണ്ട് അച്യുതാനന്ദൻ പിണറായി എന്ന ഡൈക്കോട്ടമി നിലനിർത്തുക എന്നത് ഒരു യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ താല്പര്യം മാത്രമാണ്. ആ താല്പര്യങ്ങളൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവി തന്നെയാണ് കുഴിച്ചു മൂടപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം ദയവായി വിജയകുമാർ, ദയവായി ഉമേഷ് ബാബു, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയശങ്കർ നമ്മളെല്ലാം പങ്കിടേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടു കൈയും കൂട്ടിമുട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നു. ഇന്ന് മാധ്യമപ്രവർത്തകർ VS അച്യുതാനന്ദനെ കാണാനായിട്ട് ശ്രമിച്ചിരുന്നു. അദ്ദേഹം അതിനോട് പ്രതികരിച്ചില്ല. ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയും നാളെ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിൽ ഒരു മീറ്റ് ദ പ്രസ് പരിപാടി തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ വൈകുന്നേരം അറിയുന്നത് എനിക്ക് ഉറപ്പില്ല, അത് ഒഴിവാക്കി എന്ന്, അത് ക്യാൻസൽ ചെയ്തു എന്നും കേൾക്കുന്നു. താങ്കൾ കരുതുന്നുണ്ടോ ഈ വിഷയത്തിൽ VS അച്യുതാനന്ദൻ ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ മുതിരും എന്ന്? അദ്ദേഹം മുതിരുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രണ്ട് കൈ കൂട്ടിയടിക്കാതെ തന്നെ ഇത്ര ബഹളം ഉണ്ടായില്ലേ. ഒരു കൈ മാത്രം അടിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു കൈ ഓങ്ങിയപ്പോൾ ഇത്രയധികം ചർച്ച ഉണ്ടായെങ്കിൽ രണ്ട് കൈ തമ്മിൽ കൂട്ടി എന്തായിരിക്കും ഈ നാട്ടിൽ? ഏതാണ്ട് പുറ്റിങ്ങൽ സ്ഫോടനം പോലെ ഒരു വലിയ സംഭവം വേണമെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ ലാത്തൂർ ഭൂകമ്പം പോലെ ഒന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കാം. അതിനൊന്നും ആവശ്യമില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശ്രീ MA ബേബിക്ക് വേണ്ടി CPI-ക്കാരും CPM-കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് വളരെ മുന്നേറി നിൽക്കുന്ന സമയത്ത് പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശം, അതിന് പാർട്ടിയും മുന്നണിയും എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇന്ത്യയിൽ മത്സരിച്ച ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു.
കുറച്ചുകൂടി പഴയ ഒരു ഉദാഹരണം ഞാൻ പറയാം. പിണറായി വിജയനെ വിടുക, സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ദേശാഭിമാനി പത്രത്തിൽ സതുദ്ദേശ പ്രേരിതമായിട്ട് എഴുതിയ ഒരു ലേഖനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നടത്തിയ ആനുഷംഗികമായ ഒരു പരാമർശം, അത് ഒരു വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അത് വച്ച് ഇവിടുത്തെ മനോരമ, മാതൃഭൂമി മുതലായ പത്രങ്ങൾ നടത്തിയ പ്രതികരണം, അത് നടത്തിയ പ്രചരണം, അത് കോൺഗ്രസ്സുകാർ അതുമായി ബന്ധപ്പെടുത്തി നടത്തിയ കോലാഹലങ്ങൾ, ഇവരൊന്നും നാരായണ ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് ഒന്നും ചെയ്തതല്ല, മറിച്ച് ഇടതുപക്ഷത്തെ ദുർബലമാക്കാൻ വേണ്ടി ചെയ്തതാണ്. അവസാനം അതും ആത്യന്തികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണമായിട്ട് മാറി. അപ്പോൾ EMS നമ്പൂതിരിപ്പാടിനെ പോലെ പ്രഗത്ഭന്മാരായ ആളുകൾക്ക് പോലും ചുവട് പിഴച്ച ഒരു രംഗമാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണ്ടേ. നമ്മൾ EMSനോടുള്ള എല്ലാ ബഹുമാനവും നടത്തിക്കൊണ്ടുവരികയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പരാമർശം അദ്ദേഹത്തിന് അറിയാമല്ലോ. ഇവിടുത്തെ മാധ്യമങ്ങളുടെ നിലപാടെന്താണ്? മനോരമ ഒറ്റ പത്രം മതി ഈ സംഗതികളെ മേൽ കീഴ്മറിക്കാൻ. അദ്ദേഹം മനസ്സിൽ ചിന്തിക്കാത്തതും സ്വപ്നത്തെ പോലും കാണാത്തതുമായ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു. EMS നമ്പൂതിരിപ്പാട് ശ്രീനാരായണ ഗുരുവിനെ അവഹേളിച്ചു, അപമാനിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേശാഭിമാനി വായിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ആൾക്കാർ മനോരമ വായിക്കുന്നുണ്ട്. അവർ വായിക്കുന്നവരും വായിക്കാത്തവരും വിശ്വസിക്കും. ആ രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇന്ന് അന്നത്തെക്കാളും വലിയ അപകടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അന്ന് പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും ദൃശ്യമാധ്യമങ്ങളും ഉണ്ട്. പറഞ്ഞത് പലതവണ ആവർത്തിച്ച് കേൾപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. ഇതൊക്കെ നേതാക്കന്മാർക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ ഇന്ന് ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ മറുപടിയായിരുന്നു ഈ ചർച്ചയ്ക്ക് ഇടയാക്കിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ KC ഉമേഷ് ബാബു, അഡ്വക്കേറ്റ് ജയശങ്കർ, എല്ലാവർക്കും നന്ദി.